ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഏപ്പടങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എല്ലാവരും ഏപ്പടങ്ങൾ എന്ന് പറയുമ്പോൾ അത് അഡൾട്ട് ഓൺലി മൂവീസ് അല്ലേ, അല്ലെങ്കിൽ അതിൽ പലതരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് വയലൻസ് ഉണ്ട്, അതുപോലെ തന്നെ 18+ ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ പണ്ടത്തെ കാലം അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ന്യൂഡിറ്റി അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിനെ വിളിക്കാൻ വേണ്ടി മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് മൂവീസ് ആയിരുന്നു എ ഫിലിംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡൾട്ട് ഓൺലി മൂവീസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള എ പടങ്ങൾ അല്ലെങ്കിൽ അഡൾട്ട് ഓൺലി ഫിലിംസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയാണ്. ഈവൻ ബോളിവുഡിൽ പോലും നമ്മളുടെ സിനിമകൾ, നമ്മളുടെ എ പടങ്ങൾ അല്ലെങ്കിൽ അഡൾട്ട് ഓൺലി ഫിലിംസ് ഒക്കെ ഡബ് ചെയ്തിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെയൊക്കെ സെൻസർഷിപ്പ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അക്കാലത്തെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് ചതിയായിരുന്നു ഈ ഒരു അഡൾട്ട് ഓൺലി ഫിലിംസിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ബി ഗ്രേഡ് ഫിലിംസും സി ഗ്രേഡ് ഫിലിംസും മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിറന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് പറയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളുടെ ഇൻഡസ്ട്രി ഇന്ന് എത്രത്തോളം മാറി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടത് സെൻസർഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്നത് ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂഡിറ്റി അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ നമ്മളുടെ സിനിമകളിൽ ആഡ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. എത്രത്തോളം മാറ്റങ്ങൾ ഇനി വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് കഴിവുള്ള ഡയറക്ടേഴ്സ് പോലും അല്ലെങ്കിൽ നല്ല സിനിമകൾ എടുക്കുന്ന ഡയറക്ടേഴ്സ് പോലും ഇത്തരത്തിലുള്ള പഴഞ്ചൻ ഫോർമുകൾ പഴറ്റുന്ന ഈ കാലത്ത് മാറ്റങ്ങൾ വരട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ.